അച്ഛാ, എന്താടാ? ഇവിടെ മദ്യം എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല, ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം ഇരിപ്പുണ്ട്. എന്തെങ്കിലും പറഞ്ഞപ്പം എന്തേ? എന്തേ? എന്തായി ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചാ? ആലോചിച്ച്, പക്ഷേ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ? മതി, തിരക്കൊന്നുമില്ല. ഞാനെന്താ പറയുക, എനിക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാ. സെൻസിറ്റീവ് മനുഷ്യനാണ്, കുഞ്ഞു മനസ്സാണ്. അതുകൊണ്ട് നേരത്തെ അറിയാൻ പറ്റിയ അത്രയും സന്തോഷം. ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ ആണ്, പക്ഷേ ഈ പ്രേമിച്ച് നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു ജോലിയൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് പെണ്ണി ചോദിക്ക്, അതിനുള്ള ധൈര്യമുണ്ടോ? സർവീസിൽ കയറിയിട്ട് മരിച്ചാൽ പോരെ? അല്ല, അപ്പോഴേ കുടുംബത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാവും. എന്താടാ പ്രശ്നം? ഒന്നുമില്ല. എടാ, ഇത് ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാൻ യുദ്ധമൊന്നുമല്ല, ജീവിതമാണ്. അതുകൊണ്ട് പറയാ, പ്രപഞ്ചത്തിലെ പോരാളി അമ്മ മാത്രമല്ല, നിന്റെ അച്ഛനും കൂടിയാ. നീ കാര്യം പറയടാ. എന്തിനാച്ചാ ഞാൻ ഈ ജാതിയിൽ ജനിച്ചത്? അതുകൊണ്ടല്ലേ എനിക്കവളെ, ഞാൻ ഈ ജാതിയും അവൾ ആ ജാതിയിലും ജനിച്ചത് ഞങ്ങളുടെ ഉറപ്പാണോ? എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ, ഇതിപ്പോൾ ഇങ്ങനെയാണെന്നോ ഇങ്ങനെ ആവണമെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയാൻ പോണത്. ഇത് നീ എൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ട് കൂട്ടിയാൽ മതി. ഡാ, ഈ ജാതി പറയുന്നത് ശരിയല്ല. അതിപ്പോൾ ഞാൻ താഴ്ന്ന ജാതിയാണെന്ന് നീ പറയുന്നതും ഞാൻ ഉയർന്ന ജാതിയാണെന്ന് അവൾ പറയുന്നതും രണ്ടും പ്രശ്നമാണ്. എടാ, ആ കാലമൊക്കെ അങ്ങ് പോയടാ. എടാ, നിങ്ങളൊക്കെ പുതിയ പിള്ളേരല്ലേ, ആരെങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നീ വിഷമിക്കണ്ട, നമുക്ക് അവരോട് സംസാരിക്കാം. സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നുമില്ല ഇത്, കേട്ടോ? നടക്ക്. ഞങ്ങള് മനസ്സിലായി. അകത്തേക്ക് വരാമോ? ഓ വേണ്ട, അവിടെ നിന്നാ മതി. അല്ല, പിള്ളേർ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? എടോ, നമ്മളൊരു ഉത്സവത്തിന് മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരാഗ്രഹിച്ചു എന്ന് കരുതി കണ്ണി കണ്ട സാധനങ്ങളൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കോ? ഇല്ലല്ലോ. അവർക്ക് വേണ്ടത് തന്നെയാണോ അതങ്ങ് മേടിച്ചു കൊടുക്കും. അതല്ലേ ചെയ്യണേ. ഏവനെ അവർക്ക് വേണ്ട. അല്ല, ഇന്നത്തെ കാലത്ത് ഈ ജാതിയൊക്കെ ഒരു പ്രശ്നമാണോ? പ്രശ്നമാണ്. പിന്നെ എന്തിനാ സർക്കാർ ജോലി വാങ്ങിയിട്ട് ആ മോളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞു? എടാ,
നിന്റെ കൂട്ടർക്കൊക്കെ ബുദ്ധി ഉണ്ടോന്ന് ഇപ്പം ആർക്കറിയാം. നിനക്കൊക്കെ സർക്കാർ ജോലി കിട്ടുന്ന സ്വപ്നത്തിൽ വിചാരിച്ചല്ല. അതുകൊണ്ട് പറഞ്ഞ അല്ല, ഇത് തന്നെ ഇപ്പോൾ കോപ്പി അടിച്ച് കിട്ടിയതല്ലോ എന്ന് ആർക്കറിയാം. അല്ല, നിങ്ങളിങ്ങനെ മക്കളുടെ കാര്യത്തിൽ ദുർവാശി കാണിക്കുന്നത് ശരിയല്ല. ദുർവാശിയോ? ഏടോ അവക്ക് പിന്നെ വേണ്ട, അതാണ്. മോളെ, നിനക്ക് പിന്നെ വേണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഇനി മെല്ലെ ആക്സിലേറ്റർ കൊടുത്താൽ മതി കേട്ടാ. പോട്ടെ. അല്ല, പോവല്ലോ ഒരു മിനിറ്റ്. അതെ, അഥവാ എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് വയ്ക്കാം. അതായത് ജോലി കിട്ടാത്തൊരവസ്ഥ വന്നാൽ നീ എന്ത് ചെയ്യും? അത് അറിയാലോ, സെൻസിറ്റീവ് മനുഷ്യനാണ്. നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയി നിന്നെ നോക്കും, അത്രേ ഉള്ളൂ. എടി, നിനക്ക് പിന്നെ വേണോ? കേട്ടല്ലോ, എന്നാ പോയാട്ടെ. അവൻ്റെ ഒരു സർക്കാർ ജോലി. എടോ തന്നെ ഇയാൾ ഇന്ന് ഞാൻ വന്നേ. ഓലോലാദികളും തിന്നു കൊടുത്തപ്പം മണ്ണിര മൂർഖൻ്റെ വീട്ടിൽ സംബന്ധം ആലോചിച്ച് വന്നേക്കണം. മായിരന്മാർ പാട്ടികളും. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാൽ പോരെ? ജോലി കിട്ടിയതിൻ്റെ ട്രീറ്റാണോ? ആയിക്കോട്ടെ, കുടിച്ചേക്കാം.